ഇന്ത്യ യുഎസ് വ്യാപാര തർക്കങ്ങൾക്കിടയിൽ വീണ്ടും ഇന്ത്യയെ പണിയാൻ തന്ത്രങ്ങൾ മെനയുന്ന യുഎസിന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ. രാജ്യം റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കണമെന്ന് വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തിയ വിതരണക്കാരായ ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കണമെന്ന് ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രൂഡ് ഓയിലിന് മേലുള്ള ഉപരോധങ്ങൾ യുഎസ് ലഘൂകരിക്കണമെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ച വാഷിംഗ്ടൺ സന്ദർശിച്ച ഒരു ഇന്ത്യൻ പ്രതിനിധി സംഘം അമേരിക്കൻ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ അഭ്യർത്ഥന നടത്തിയതെന്ന് ചർച്ചകളെക്കുറിച്ച് പരിചയമുള്ള ഒരാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ, ഇറാൻ, വെനസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണക്കാരിലേക്കുള്ള ഇന്ത്യൻ റിഫൈനർമാരുടെ പ്രവേശനം ഒരേ സമയം നിയന്ത്രിക്കുന്നത് ആഗോള ക്രൂഡ് ഓയിൽ വിലയിൽ ഗണ്യമായ വർധനവിന് കാരണമാകുമെന്ന് ഉദ്യോഗസ്ഥർ ഊന്നിപ്പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. 3 സ്രോതസ്സുകളും നിർത്തലാക്കുന്നത് വിപണിയെ അസ്ഥിരപ്പെടുത്തും. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം തുടരുന്നതിനുള്ള ശിക്ഷയായി അമേരിക്ക ഇന്ത്യക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് വാഷിംഗ്ടണിലേക്കുള്ള യാത്ര. ലെവികൾ ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യൻ റിഫൈനറികൾ കുറഞ്ഞ അളവിലാണെങ്കിലും റഷ്യൻ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നുണ്ട്. ഈ ആഴ്ച ന്യൂയോർക്കിൽ സംസാരിച്ച വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ യുഎസുമായുള്ള ഊർജ്ജ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഊർജ്ജ സുരക്ഷാ ലക്ഷ്യങ്ങളിൽ യുഎസ് പങ്കാളിത്തത്തിന്റെ ഉയർന്ന ഘടകമുണ്ടായിരിക്കണമെന്നും ഗോയൽ പ്രസ്താവിച്ചു. അമേരിക്കൻ എണ്ണയുടെയും വാതകത്തിന്റെയും വാങ്ങലുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ തുറന്ന മനസ്സിനെ ഇത് സൂചിപ്പിക്കുന്നു. ഇന്ത്യ തങ്ങളുടെ ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ ഏകദേശം 90% ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത്. ഉക്രൈനിലെ യുദ്ധത്തെ തുടർന്ന് നിരവധി ആഗോള വാങ്ങുന്നവർ മോസ്കോയെ ഒഴിവാക്കിയതിനെ തുടർന്ന് വലിയ കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്ന റഷ്യൻ ബാരലുകൾ ഇന്ത്യയുടെ ഇറക്കുമതി ബിൽ ലഘൂകരിക്കുന്നതിൽ നിർണായകമാണ്. ഇറാനിയൻ, വെനസ്വേലൻ ക്രൂഡ് ഓയിൽ എന്നിവ സമാനമായ വിലനിർണ്ണയ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുമുണ്ട്. മാത്രമല്ല, ഇന്ത്യ ഒരു വലിയ ഊർജ്ജ ഇറക്കുമതിക്കാരനാണ്. റഷ്യൻ എണ്ണയെ ചൊല്ലി ട്രംപ് ശകാരിച്ചതിനു ശേഷം യുഎസ് കരാർ വലിയ വാതുവെപ്പായി മാറിയിരുന്നു എന്നും പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. യുഎസ് ഏർപ്പെടുത്തിയ 25% ദ്വിതീയ ഉപരോധങ്ങൾ നീക്കം ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നു. എണ്ണയുടെയും വാതകത്തിന്റെയും മറ്റു ചില ഉൽപ്പന്നങ്ങളുടെയും ഉയർന്ന ഇറക്കുമതി ഇന്ത്യയുമായുള്ള യുഎസ് വ്യാപാര കമ്മി കുറയ്ക്കാൻ സഹായിക്കും. കഴിഞ്ഞ വർഷം ഇത് $41 ബില്യൺ ഡോളറിലധികമായിരുന്നു. 2024-25 ഇന്ത്യ $86 ബില്യൺ സാധനങ്ങൾ കയറ്റുമതി ചെയ്തു. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഉയർത്തുന്ന വെല്ലുവിളി പരിഹരിക്കുന്നതിനൊപ്പം ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ ഇരുപക്ഷവും ശ്രമിക്കുന്നതിനാൽ പീയൂഷ് ഗോയലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നിലവിൽ യുഎസിലാണ്. ഉന്നത ഭരണ ഉദ്യോഗസ്ഥരുമായി ചർച്ചകളും നടത്തുകയാണ്. സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുന്നതിനനുസരിച്ച് ഇന്ത്യയിൽ ആവശ്യകത വർദ്ധിക്കുകയെന്നുള്ളൂ എന്നതിനാൽ ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് അസംസ്കൃത എണ്ണയും വാതകവും വാങ്ങുന്നതിനെ കുറിച്ചുള്ള സർക്കാരിന്റെ നിലപാടാണ് ഗോയലിന്റെ അഭിപ്രായങ്ങൾ പ്രതിഫലിക്കുന്നതെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.